ഇന്ന് രാവിലെ തന്നെ വണ്ടിക്കൊരു പണി കിട്ടി. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ബാറ്ററി പോയതാണ് നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ ബാറ്ററി മാറ്റാമെന്ന് വിചാരിച്ചു. 2023 ഒക്ടോബറിൽ വാങ്ങിയ ബാറ്ററിയാണ്. അപ്പോൾ ഇക്കൊല്ലം ഒക്ടോബർ 2 വാറണ്ടി. അപ്പോഴേക്ക് ഇത് കംപ്ലൈൻ്റ് ആയി. അങ്ങനെ ബാറ്ററി മാറ്റാൻ ടൂൾസൊക്കെ എടുത്ത് ബാറ്ററി മാറ്റാമെന്ന് വിചാരിച്ചു. വണ്ടിയുടെ പുറത്ത് കാണുന്ന ഭംഗി ഉള്ളിലല്ല. അപ്പോൾ ഊരപ്പോൾ മനസ്സിലായി മൊത്തം പൊടിയും മണ്ണൊക്കെയാണ്. അങ്ങനെ ബാറ്ററി ഊരി എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഇനിയിപ്പോൾ ടൗണിൽ കൊണ്ടുപോയി പുതിയത് മാറ്റണം. അത് മാറ്റാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. തൽക്കാലം വണ്ടി ഇങ്ങനെ തന്നെ കിടക്കട്ടെ, ബാറ്ററി മാറ്റിയിട്ട് വരാം. അങ്ങനെ വാറണ്ടി കാർഡും കയ്യിലെടുത്ത് വീട്ടിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി എടുത്ത് പോകാൻ തീരുമാനിച്ചു. ബാറ്ററി വണ്ടിയിൽ വെച്ചു, പുറത്തേക്ക് ഇറങ്ങി. കൊയിലാണ്ടിയാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ കൊയിലാണ്ടിക്ക് വണ്ടി എടുത്ത് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കൊയിലാണ്ടി ഷോപ്പിലെത്തി. ഇനിയിപ്പോൾ ഈ ബാറ്ററി റീപ്ലേസ് ചെയ്ത് വാങ്ങണം. അങ്ങനെ ബാറ്ററി ഷോപ്പിൽ കൊടുത്തു. ഷോപ്പിലുള്ള ആൾ അത് ബാറ്ററി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാറ്ററി കംപ്ലീറ്റ് കേടായിട്ടുണ്ട്. അതിന് പകരം പുതിയൊരു ബാറ്ററി തന്നു. അതിൻ്റെ വാറണ്ടി ഒക്ടോബർ വരെ ഉള്ളൂ ഈ വർഷം. അങ്ങനെ അത് ചോദിച്ച് ഞാൻ ബാറ്ററി വാങ്ങി തിരിച്ചിറങ്ങി. അങ്ങനെ വീട്ടിലെത്തി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ ബാറ്ററി തിരിച്ച് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഊരുന്ന അത്ര എളുപ്പമല്ല ഫിറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി. എന്നാലും ഇതൊക്കെ അറിഞ്ഞിക്ക് ചെയ്യുന്നല്ലോ, ഇങ്ങനെയല്ലേ പഠിക്കുന്നത്. അങ്ങനെ വിചാരിച്ചു ഒക്കെ ഓരോന്നോരോന്ന് ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. സ്ക്രൂവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫിറ്റ് ചെയ്യണം, അല്ലാണ്ട് അത് വർക്കാവില്ല. അങ്ങനെ ഒരു വിധത്തിൽ ആ ബാറ്ററി അകത്ത് കയറ്റി. ഇനിയിപ്പോൾ അതിൻ്റെ പ്ലസ്സും മൈനസും ഒക്കെ കൊടുക്കണം. ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല ടാസ്ക് ഉണ്ട്. ടൂൾസൊക്കെ കമ്പനിക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് അതിന് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരുവിധം ശരിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സ്ക്രൂ കൂടെ ഇട്ട് ആ അടപ്പും കൂടെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഓക്കെ ആവും. അതിന് ശേഷം വേണം വർക്ക് ചെയ്ത് നോക്കാൻ. അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. എല്ലാം പൂരുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്. അങ്ങനെ സ്പാനർ ഉപയോഗിച്ചൊക്കെ ടൈറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാറ്ററി മൊത്തത്തിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ഫ്രണ്ടത്തെ ആ അടപ്പടയ്ക്കണം. അതും അടച്ചു. അതിൻ്റെ ഫ്രണ്ടിൽ 2 സ്ക്രൂ ഇടാനുണ്ട്. ആ സ്ക്രൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ക്രൂ ഏകദേശം പെട്ടെന്ന് ഇടാൻ പറ്റിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ടൈറ്റ് ആയി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാറ്ററി മാറ്റിയതിനു ശേഷം വണ്ടി സ്റ്റാർട്ടായി. ഇനിയിപ്പോൾ വണ്ടി ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.